ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതൊരു നിസ്സാര കാര്യമല്ല. നാം ഗൗരവത്തോടുകൂടി എടുക്കേണ്ട കാര്യമാണ്. കാരണം ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് നാം ഭൂമിയിൽ വന്നത് പരാജയപ്പെടാനല്ല, ദുഃഖിക്കാനല്ല, തളരാനല്ല. പക്ഷേ എന്തേ പലരും ജീവിതത്തിൽ നിരാശ പൂണ്ട് ഈവൻ ആത്മഹത്യ പോലും ചെയ്യുന്നു. ജീവിതത്തിൽ വളരെ നിരാശ വന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു. അത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ വളരെ വേദനാത്മകമായി കാണുന്നു ഈ കാര്യങ്ങൾ. കാരണം ഇത്രയും മഹത്തായ ഗീത പോലുള്ള കൃതികൾ നമുക്ക് കിട്ടിയിട്ട് എന്നിട്ടും തളരുക, ജീവിതത്തിൽ തകരുക എന്നാൽ അതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗുരുനിന്ദയാണ്. കാരണം ഇത്രയും ജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്തേ നമുക്കതൊന്നും പ്രയോഗിച്ചു നോക്കാൻ പറ്റാതെ പോയത്? കാരണം ഈ ഒരു അറിവിനെ തലമുറകളിലേക്ക് പകരാനോ അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവരെ ജീവിതത്തിൽ പ്രബുദ്ധരാക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും തളരാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ പതറാതിരിക്കണമെങ്കിൽ, അവർക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണമെങ്കിൽ ഗീത നാം പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതര മതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അറിവാണ് നമുക്ക് തരുന്നത്. അതെടുത്തു പറയട്ടെ, അതാണ് ഗീതയുടെ മഹത്വവും. നിങ്ങൾ ഒരിക്കലും എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പറയരുത്. കാരണം ഓരോരുത്തരുടെ ടീച്ചിങ്സിലും വളരെ വ്യത്യാസമുണ്ട്. മറ്റ് മതങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ സമൂഹത്തിൽ ചിലവർക്ക് കഴിവില്ല, ദരിദ്രരാണ്, അതുപോലെ വളരെയധികം പരാധീനതകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ പറയുക? ദൈവം കൽപ്പിച്ചതാണെന്നാണ്. ദൈവം ഇവരിങ്ങനെയൊക്കെ ആവണമെന്ന് കൽപ്പിച്ചതാണെന്ന്. അപ്പോൾ നോക്കൂ, അവർ ദൈവത്തിനെയാണ് പഴി പറയുന്നത്. ദൈവത്തിൻ്റെ ഇച്ഛ നിങ്ങളാണോ എന്താ ചോദ്യം ചെയ്യാൻ? അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവം നിങ്ങളെ ദരിദ്രനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രനാവാൻ വേണ്ടിയിട്ടാണ്. പണക്കാരൻ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. അപ്പോൾ ദൈവത്തിന് പക്ഷാഭേദം ഉണ്ടെന്നാണ് അപ്പോൾ അവർ പറയുന്നത്. ദൈവം വളരെ പാർഷ്യാലിറ്റി കാണിക്കണം. അങ്ങനെയുള്ള ദൈവത്തെ ദൈവമായിട്ട് ഹിന്ദുമതം അംഗീകരിക്കുന്നില്ല. പിന്നെ ആരാണ് ഇത്തരത്തിലുള്ള സൃഷ്ടികൾക്കൊക്കെ കാരണം? പാവം ദൈവമല്ല. പിന്നെയോ എല്ലാറ്റിനും പിന്നിലുള്ളത് അവനവൻ്റെ മനസ്സാണ്. അതൊരു പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് വേഗം പിടികിട്ടും. നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെ നിങ്ങൾ മതഗ്രന്ഥങ്ങളൊക്കെ മാറ്റൂ, നിങ്ങളെ സ്വന്തം ജീവിതത്തെ പരിശോധിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സ്, ബോധമനസ്സ്, അത് സത്യം പറഞ്ഞാൽ എന്ത് ചിന്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ? അത് നിങ്ങൾ പറയുക. എന്തും ചിന്തിക്കാൻ, അതായത് നിങ്ങൾക്ക് വേണ്ടാത്തതും ചിന്തിക്കാൻ, വേണ്ടത് ചിന്തിക്കാനുള്ള ഓപ്ഷൻസ്, ചോയ്സ് നമുക്കുണ്ടോ ഇല്ലയോ? അതല്ല നമ്മൾ വളരെ കണ്ടീഷൻഡാണോ? അതായത് ദുഃഖം വന്നാൽ ദുഃഖിയായിട്ട് തന്നെ ഇരിക്കണം, അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കൗൺസിലിംഗ് സെൻറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ആവശ്യമില്ല. നമ്മളെന്തിനാണ് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റും കൗൺസിലിനൊക്കെ കൊണ്ടുപോകുന്നത്? ഒരാളെ പറഞ്ഞ് മാറ്റം വരുത്താനാണ്. ബോധവൽക്കരണം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കേണ്ട. കാരണം ബോധവൽക്കരണം സാധിക്കുന്നതിന് കാരണം മനുഷ്യന് ബോധം വന്നാൽ, തിരിച്ചറിവ് വന്നാൽ അവനെ സ്വയം പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ബോധമനസ്സ് സ്വതന്ത്രമാണ്. അതാദ്യം നിങ്ങൾ അംഗീകരിക്കൂ. അപ്പോൾ ആ സ്വതന്ത്രമായ ബോധമനസ്സ് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മുടെ ജീവിതം. ഇപ്പോൾ ഒരാൾ നന്നാവുന്നില്ല, പഠിക്കുന്നില്ല, നമ്മൾ തന്നെ വീട്ടിൽ പറഞ്ഞൊരു ഭാഷയുണ്ട്, കേട്ട ഭാഷ. അവനവന് നന്നാവണം എന്ന് അവനവന് തോന്നണം എന്നാണ് കാരണവന്മാർ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. എടാ നിനക്ക് തോന്നിയാൽ നീ നന്നാവും എന്നല്ലേ അച്ഛനമ്മമാർ പറയാ. നീ നന്നാവണം നീ വിചാരിക്കണം. ഞങ്ങൾക്ക് നിന്നെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞയക്കാനേ പറ്റുള്ളൂ, നിനക്ക് വേണ്ട വാങ്ങിച്ചു തരാനേ പറ്റുള്ളൂ, പക്ഷേ നിന്നെ പഠിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് നീ തന്നെ വിചാരിക്കണം. അതല്ലേ സത്യം. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവരുടെ ബോധമനസ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ആ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതില്ലേ? ഞാൻ എൻ്റെ ബോധമനസ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ എന്നോട് കൂറ് കാണിക്കുന്നുണ്ടോ? ഞാൻ എന്നോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ? സത്യസന്ധനാകുന്നുണ്ടോ എന്നൊരു ചോദ്യമില്ലേ? നമ്മൾ പറയില്ലേ അവനവൻ്റെ മനസാക്ഷിയോട് ചോദിക്കാൻ. അപ്പം ഈ പ്രകാരം നാം നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നാം എങ്ങനെയാണോ മനസ്സിനെ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ജീവിതമേ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടി വ്യക്തമാക്കണം.
എന്താണ് ഈ പറഞ്ഞത്? അതായത് അവനവൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചേ ജീവിതം വരുള്ളൂ എന്നത് ഒന്ന് വ്യക്തമാക്കി തരികയാണ് ഗീതയിൽ 3-ാം അധ്യായത്തിലെ 27-ാം ശ്ലോകം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, എങ്കിലൊന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ ശ്ലോകം ആദ്യം നമുക്ക് നോക്കാം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശാം അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ക്രിയമാണാനി കർമാണി സർവേ പ്രകൃതി ഗുണ. അപ്പം പ്രകൃതി ഗുണങ്ങൾ, അതായത് പ്രകൃതിയുടെ ചില സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്താ ഈ പ്രകൃതി ഗുണം? ഗുണം എന്ന വാക്ക് കേൾക്കുമ്പോൾ 3 ശബ്ദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണം. ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരാളുടെ ഗുണങ്ങൾ, അയാളുടെ മേന്മകൾ, അയാളുടെ നല്ല വശങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഇവിടെ അർത്ഥം പറയുന്നത്. ഇവിടെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് തമോ ഗുണ, രജോ ഗുണ, സത്വഗുണം. അതായത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന 3 ഗുണങ്ങൾ. ഇന്നത്തെ സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തമോ ഗുണം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ്. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ്. ഇന്ന് സൈക്കോളജി പറയുന്ന ഭാഷയെ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ഋഷിവര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിനെ തമോ ഗുണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. രജോ ഗുണം എന്നതിന് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിത് പറയുന്നു. സത്വഗുണത്തെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു. ഇതല്ലാതെ വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ ഇന്നത്തെ മോഡേൺ സൈക്കോളജിക്ക് പറ്റിയില്ല. ഇത് 5000 വർഷം മുമ്പ് കൃഷ്ണൻ്റെ ഭാഷയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ ഗുണമെന്ന് പറയുന്നതൊക്കെ ഈ 3 എണ്ണാണെന്നൊക്കെ 14-ാം അധ്യായത്തിൽ വളരെ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്കത് കൂടുതൽ കാണാം വ്യക്തതയോടെ. ഏതായാലും ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം, അതായത് ലഥാർച്ചി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിനൊരു ഉത്സാഹമില്ല. എപ്പോഴും നമ്മൾ എത്ര മതി, എനിക്ക് അങ്ങനെയൊന്നും തന്നാവണമെന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു അഹങ്കാരം, നന്നാവില്ല എന്നൊരു അഹങ്കാരം. കർത്താഹമിതി മന്യത, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത, ഞാൻ ഇത്രയൊക്കെ നന്നാവുള്ളൂ, എന്നെ പഠിപ്പിക്കണ്ട, അമ്മാവാ തല്ലണ്ട, ഞാൻ നന്നാവില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ഈ തമോ ഗുണം. അതായത് നന്നാവാനുള്ള, ഉയരാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടും തമോ ഗുണത്തിൻ്റെ ഈ ലതാർജിയുടെ ഓവർ ഇൻഫ്ലുവൻസ് കൊണ്ട് ലഹരി കുത്തിവെക്കുന്നവർക്കുണ്ടല്ലോ, അത് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ കാലും കൈയൊന്നും ഉറക്കില്ല. കള്ളമിതമായി കഴിക്കുന്ന ആളുകൾ റോട്ടിലൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് ശരീരം ഉറക്കില്ല, അപ്പോൾ അവർ ആടി നടക്കും. എന്നതുപോലെ ഇവിടെ തമോ ഗുണം സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഒന്നിനോടും ഒരു താല്പര്യമുണ്ടാവില്ല. ഒരു തരം കംപ്ലീറ്റ്ലി മെൻ്റലി ഒരു സെഡേഷൻ ഉള്ളതുപോലെ ഇങ്ങനെ തൂങ്ങിയിരിക്കുക. കോഴി വസന്ത എന്നിട്ട് രോഗമുണ്ട് അത്ര കോഴിക്ക്, അതുപോലൊരു കോഴി മനുഷ്യ വസന്ത തൂങ്ങിയിരിക്കുക, ഒന്നിനൊരു താല്പര്യമില്ല. എന്ത് പറഞ്ഞാലേ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നോട് പറയണ്ട, എനിക്ക് പറ്റില്ല, എനിക്ക് താല്പര്യമില്ല, ഞാനില്ല, ഇങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ എപ്പോഴും ചിന്തിക്കുക. അതിന് കാരണം ഇവരറിയുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബ്ലോക്ക് ക്രിയേറ്റഡ് ബൈ തമോ ഗുണം. അപ്പം ഈ തമോ ഗുണം ഉണ്ടാക്കിയ വലിയൊരു ഷാഡോ, മറവ്, വലിയൊരു കട്ടിയുള്ള പുക, നമ്മൾ പറയില്ലേ ഒരു നല്ല ഇരുണ്ടടച്ച അവസ്ഥ, അതിങ്ങനെ ബ്രെയിനിലങ്ങനെ മൂടിക്കിടക്കുകയാണ്. നിങ്ങൾ വിചാരിക്കാതെ അങ്ങനെ കറുത്തിട്ടൊരു സാധനം ബ്രെയിനിൽ മൂടിക്കിടക്കേണ്ടത്. ഇതൊരു ഇൻഫ്ലുവൻസാണ്, അത്ര ലഥാർജി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം. അപ്പം ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാത്തോടത്തോളം കാലം ജീവിത വിജയം വെറും സ്വപ്നം മാത്രം. ദൈവത്തിനെ പഴി പറയരുത്. ദൈവത്തിന് അതിലൊന്നും ഒരു പങ്കുമില്ല. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ പാവം ദൈവത്തിനെ എന്തിനു കുറ്റപ്പെടുത്തണം? അവനവൻ്റെ ജീവിത രീതികൾ മാറണം. അതുകൊണ്ടാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആലസ്യമേവ ശത്രു. അമ്മമാരൊക്കെ മനസ്സിലാക്കുക, കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ഇത് വളരെ അവരെ ജീവിതത്തിൽ ഉറപ്പിക്കണം. കാരണം പലപ്പോഴും ഉണ്ടല്ലോ, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴാണ് അവരെക്കാളും കഴിവുള്ളവരെ കാണുമ്പോൾ, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ
വളരെയധികം സ്കില്ലുള്ള കുട്ടികളെ കാണുമ്പോൾ, പല ആർട്സും പലതുമുള്ള വൈദഗ്ധ്യമുള്ളവരെ കാണുമ്പോൾ, മൾട്ടി സ്കില്ലുള്ളവരെ കാണുമ്പോൾ, ഒരുപാട് തരത്തിലുള്ള കഴിവുകളൊക്കെ കാണിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ, ഇതൊന്നും എനിക്കില്ല എങ്കിൽ അവരൊരു വിഡ്രോവൽ സിൻഡ്രം കാണിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടല്ലോ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റിയാണല്ലോ, അവരെല്ലാവരും സ്മാർട്ട്, ഞാൻ സ്മാർട്ടല്ല. എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഞാൻ എന്തേ ഇങ്ങനെ കൊള്ളരുതാത്തവനായി? ഞാൻ എന്തേ ഇങ്ങനെ കഴിവില്ലാത്ത ആളായി? ഞാൻ എന്തേ ഈ രൂപത്തിലായി? ഇത് തന്നിലേക്ക് നോക്കി നോക്കി ഈ നെഗറ്റീവ് ചിന്തിച്ച് വലിയ ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. പാരൻസ് പലപ്പോഴും ഇത് അറിയില്ല. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ കമ്പാരിസണുണ്ട്. അവർ സൗന്ദര്യമുള്ളവരെ നോക്കും, കമ്പാരിസൺ ചെയ്യും. ഹേയ്, നിൻ്റെ മോന്ത കണ്ടാൽ മതി. അത് കേൾക്കുമ്പോഴേക്കും വിഷമായി. നിൻ്റെ മുഖം കണ്ടാൽ കൊള്ളില്ല, നിൻ്റെ നിറം ശരിയല്ല, നിൻ്റെ മുടി ശരിയല്ല. ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ നിനക്കെന്ത് കഴിവുണ്ട്? അപ്പോൾ ഓരോന്നിലും ചില രീതികളൊക്കെ കുട്ടികൾ കളിയാക്കും. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള പല പരിഹാസങ്ങളും കമ്പാരിസണും പലതും കാണുമ്പോൾ വേണ്ടത്ര സ്മാർട്ടല്ലാത്ത കുട്ടികൾ പലപ്പോഴും വിഡ്രോവൽ സിൻഡ്രം കാണിക്കും. അവർ ജീവിതത്തിൽ നിരാശയിലേക്ക് കൂപ്പുകുത്തും. ഇത് പാരൻസ് മനസ്സിലാക്കണം. വെറുതെ കുട്ടികളെ വഴക്ക് പിടിച്ചിട്ട് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ എന്താ കുട്ടിയെ വിഡ്രോ ചെയ്യാൻ കാരണം സ്മാർട്ട് അല്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാലഞ്ചുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ, ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത് തന്നിലില്ല. ഈ വിമർശിക്കുന്നവരെ തിരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ കൂടെ വീണ്ടും കൂടിച്ചേരാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. എവിടെയോ ഒരു കോംപ്ലക്സ്, നമ്മളതിനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും, അപകർഷതാബോധം. അപ്പോൾ ഈ ഒരു അപകർഷതാബോധം കുട്ടികളിൽ കൂടാതിരിക്കണമെങ്കിൽ, അവരെ അതിലേക്ക് വീണു പോവാതിരിക്കണമെങ്കിൽ, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന തമോ ഗുണത്തെ മാറ്റണം. അപ്പോൾ ഈ തമോ ഗുണം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിവുണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളെ കഴിവില്ലാത്തൊരു വ്യക്തിയാക്കും. നമ്മൾ സ്വതന്ത്രരാണ്, മീൻസ് നമുക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷേ നമ്മളെവിടെയോ ആ ഫ്രീഡത്തെ മറികടക്കാൻ ഒരു കരുത്ത് കാണിക്കില്ല. ഇവിടെയാണ് പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു ജോലി, കുട്ടികൾക്ക് കൃത്യനിഷ്ഠ ശീലിപ്പിക്കൽ. ഞാൻ പറയില്ല, ഒരു 5 മണിക്ക് നിങ്ങൾ കുട്ടികളെ എണീപ്പിച്ച് 5:30-ക്കെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഒരു 10-11 പ്രാവശ്യം പുറത്ത് പ്രദക്ഷിണം വയ്ക്കുക. പാരൻസാണ് ഇതിൽ ചെയ്യേണ്ടത്. കാരണം പാരൻസിന് ഇത് ചെയ്ത് കുട്ടികളെ അങ്ങനെ ഇതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർ വരില്ല. രാവിലെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നടക്കാൻ കൊണ്ടുപോകും കുട്ടികളെ. അമ്പലത്തിലാകുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ശരീരവും, 2 മനസ്സും വളരും. മറ്റാകുമ്പോൾ വെറും ശരീരം മാത്രം, കുറച്ച് എക്സസൈസ് കിട്ടും മാത്രം. ഏതായാലും അങ്ങനെ ഒരു ഡിസിപ്ലിൻ കാണിക്കുമ്പോൾ, ഈ രാവിലെ എണീക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ തലച്ചോറിൻ്റെ അകത്തൊരു ഡിസിഷൻ പവറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. എണീക്കണം, നടക്കണം, ഇത് ചെയ്യണം. ഇങ്ങനെ നമ്മളൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, ഇതെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോധം സ്വയം വരുന്നത് വരെ മറ്റുള്ളവർ പ്രേരണ, പ്രചോദനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പം കാലത്തെണീറ്റ് അമ്പലത്തിൽ പോയാൽ ദൈവത്തിനല്ല ഗുണം, നമുക്കാ ഗുണം. രാവിലെ ഒരു 10-11 പ്രാവശ്യം പോയി പ്രദക്ഷിണം വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നടന്നാൽ നമുക്കാണ് ഗുണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കുന്നതാണെങ്കിലും നമ്മൾ അലസരായി കിടന്നുറങ്ങും. അപ്പം നമുക്ക് അലസരായി കിടന്നുറങ്ങിയാൽ ആ സുഖത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിനൊരു ഡിസിഷൻ എടുക്കാനുള്ള പവറ്, മനസ്സിനൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറ്, മനസ്സിനൊരു കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത്, ഇതെല്ലാം നാം ക്രമേണ ഇല്ലാതെയൊക്കെയാണ്. നിങ്ങൾ പണ്ടുള്ള ആളുകളുടെ ജീവിതവും ഇന്നത്തെ ആളുകളുടെ ജീവിതം എടുത്ത് നോക്കും. പണ്ടുള്ളവരൊക്കെ സൂര്യോദയത്തിന് മുമ്പ് എണീക്കണം, അവർ ജോലി ചെയ്യുന്നു, അവർ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അതുകൊണ്ട് ഈ നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട് BP, ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വീടുകളിലുള്ളത്? വളരെ റെയർ ഇത്തരത്തിലുള്ള രോഗങ്ങൾ. കൂടുതലുണ്ടായിരുന്നത് അന്ന് ഈ ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇത്ര ഉണ്ടായിരുന്നില്ല. പകർച്ചവ്യാധികൾ വരുമായിരുന്നു. എന്നാലും പ്രതിരോധ ശക്തി അന്നുള്ളത് കൊണ്ട് അതിൻ്റെ വ്യാപനത്വം കുറവായിരുന്നു.
ഇന്ന് നോക്കൂ നിങ്ങൾ, ഏത് ചെറുപ്പക്കാരും നമ്മൾ കേൾക്കുന്ന BP, ടെൻഷൻ, സ്ട്രെസ്സ്, എല്ലാ അസുഖങ്ങളും അതൊക്കെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു ഡിസിഷൻ പവർ ഇല്ല, ഫിസിക്കലി ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. അപ്പം ശരീരത്തിൻ്റെ പ്രതിരോധം ഇരിക്കുന്നത് മനസ്സിൻ്റെ ഡിസിഷൻ പവറിലാണ്. അപ്പോൾ കുട്ടികളെ രാവിലെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ക്ഷേത്രം എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി കൂടി വരികയാണ്. കാരണം ഓരോ ക്ഷേത്രവും ഒരു ഓക്സിജൻ ക്ലിനിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ആളുകൾ ഓക്സിജന് വേണ്ടി നെട്ടോട്ടമോടുന്നത് നിങ്ങൾ കണ്ടു. പക്ഷേ നാം വില വയ്ക്കുന്നില്ല നമ്മുടെ ക്ഷേത്രങ്ങളെ. അവിടെയുള്ള ആൽവൃക്ഷമുണ്ടല്ലോ, അതിലെ ഇല കണ്ടിന്യൂസ്ലി ഇളകിക്കളിക്കുമ്പോൾ, ആ അന്തരീക്ഷത്തിൽ ചലനമുണ്ടാകുമ്പോൾ അവിടെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റും നീങ്ങുന്നു, അന്തരീക്ഷത്തിൽ ശുദ്ധമായ ഓക്സിജൻ നിറയുന്നു. കാരണം എപ്പോഴും ഇലയിൽ നിന്ന് ഓക്സിജൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ റേഡിയേറ്റ് ചെയ്യുക, അങ്ങനെ വ്യാപിക്കുകയാണ്. അപ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ ഒരു ഓക്സിജൻ ക്ലിനിക്, വളരെ പവർഫുള്ളായിട്ടുള്ള ഓക്സിജൻ, ഒരു ഹൈ ഓക്സിജൻ ലെവലാണ്. അപ്പോൾ അത്രയും ഓക്സിജൻ ലെവൽ കൂടി നിൽക്കുന്നിടത്തേക്ക് നമ്മൾ പോയി ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണം നമ്മുടെ ലങ്സിലേക്ക് ശുദ്ധമായ ഓക്സിജൻ എത്തുമ്പോൾ, ഈ ശരീരത്തിൽ ബ്ലഡിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്യൂരിറ്റി വന്നു, ശരീരം ശുദ്ധീകരിക്കപ്പെട്ടു, ഫിൽട്ടർ ചെയ്യപ്പെട്ടു നന്നായിട്ട്. അപ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ള ശക്തി കൂടി. ഇത് ഓരോ അച്ഛനും അമ്മയും മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടുപോകണ്ടേ? എന്നാലല്ലേ ആ കുട്ടികൾക്ക് നാളെ പ്രതിരോധിക്കാൻ ശക്തി ഉണ്ടാവുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് കോവിഡിൻ്റെ 3ാം തരംഗം കുട്ടികളെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് നമ്മളെ ശാസ്ത്രജ്ഞന്മാർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നതിൻ്റെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞാൽ പാരൻസൊക്കെ പോകണം, ക്ഷേത്രത്തിൽ പോകണം. 5-5:30 ആകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകണം, എർലി മോർണിംഗ് കൊണ്ടുപോകണം. അങ്ങനെ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്ന സമയത്ത് ആ സൂര്യകിരണം തട്ടുമ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റമിൻ D നമുക്ക് വളരെ എസെൻഷ്യലാണ്. അതൊരു ഭാഗത്ത്. അങ്ങനെ ഈ തമോ ഗുണം മാറിക്കഴിഞ്ഞാൽ തന്നെ കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് രാവിലെ എണീക്കാൻ പറ്റും. അപ്പോൾ എന്തു പറഞ്ഞാലും ഐ വിൽ ട്രൈ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയും. മറ്റേത് ഡോണ്ട് ടെൽ മീ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു, ഐ കാൺട്ട് ഡു ദാറ്റ്, അങ്ങനെ എതിർത്തു. ഇതാണ് നമ്മുടെ കേരളത്തിലൊക്കെ പറ്റിയത്. ബുദ്ധിയുണ്ട്, പക്ഷേ ഒന്നിനും ഒരു പവറില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. കാരണം ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവറില്ല. എല്ലാം മെൻ്റലി വളരെ ഒരു റോങ് തിങ്കിങ്ങിലാണ്. ഏതായാലും ഈ തമോ ഗുണം മാറുമ്പോൾ രജോ ഗുണത്തിലേക്ക് കടക്കും. കാരണം പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. പിന്നെ എന്ത് തോന്നിയതും ചെയ്യുകയാണ്. അതായത് എല്ലാം ശരിയാവുന്നുള്ള രീതിയിൽ നമ്മൾ വിവേകമില്ലാതെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും അപകടകരമായി തീരും. കൂട്ടുകെട്ടുകൾ തെറ്റിപ്പോയാൽ എത്തുന്നത് അപകടത്തിലാവും. അതുപോലെ തന്നെ നമ്മുടെ ജോലി, നമ്മൾ ഏത് പഠിക്കണം, ഏത് ജോലിക്ക് പോകണം, ഏത് ബിസിനസ് ചെയ്യണം, ഇതൊക്കെ വകതിരിവില്ലാതെ ചെയ്താൽ എത്തുന്നത് അവസാനം വലിയ നഷ്ടത്തിലാവും. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെ ട്യൂൺ കൊണ്ടുപോകണം എന്നുള്ളത് ആര് പറഞ്ഞുതരും? ഇന്ന് ഒട്ടുമുക്കാൽ കുട്ടികളുടെ ജീവിതത്തിൽ നോക്കും, +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. കുറേ നീറ്റ് എഴുതി നോക്കും, കുറേ എൻജിനീയറിങ് നോക്കും. അവസാനം എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊട്ടും സംതൃപ്തിയില്ലാതെ, ഒരു ഇഷ്ടമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈവൻ ഡോക്ടറായിട്ട് പോലും പ്രൊഫഷനോട് താല്പര്യമില്ലാത്തവരുണ്ട്, എൻജിനീയറായിട്ട് പോലും അതിനോട് താല്പര്യമില്ലാത്തവരുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്കൊക്കെ ഓരോ ചോയ്സ് കൂടുന്തോറും ആ ചോയ്സ് നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഡിസിഷൻ പവറും ശരിയാവണം, കോൺഫിഡൻസ് ലെവലും കോൺസെൻട്രേഷൻ ലെവലും വരണം. കാരണം ഈ ടെസ്റ്റുകളൊക്കെ പാസ്സാവണമെങ്കിൽ മെമ്മറി പവർ വേണമല്ലോ. മെമ്മറി ഉണ്ടാവണമെങ്കിൽ കോൺസെൻട്രേഷൻ പവർ ഹയർ ആയിരിക്കണം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ പവർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? അതിനാണ് നമ്മൾ രണ്ടാമത്തെ രജോ ഗുണത്തെ മാറ്റേണ്ടത്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആണ്, എല്ലാം ഒരു വെപ്രാളം. ഇത് പഠിക്കണോ, അത് പഠിക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇത് ഏതാണെന്ന് ഉറപ്പില്ല. അതും നോക്കുന്നു, ഇതും നോക്കുന്നു. കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം തോന്നുന്നു എന്നാൽ ഇത് പഠിക്കാം, അപ്പോൾ നോക്കുക ഇത് ബോറടിക്കണം, അതെടുക്കാം.
അങ്ങനെ ഒന്ന് അവസാനം ഒന്നിലും മനസ്സില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറച്ചു നേരം മനസ്സ് ഏകാഗ്രമായിട്ടിരുന്നാൽ, ആ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മൾട്ടി ആക്ഷനിലേക്ക് മൈൻഡ് കൊണ്ടുപോകും. അതാണ് മഹാന്മാർക്ക് ഒരേ സമയം 15-20 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർ ഓരോന്നിലും അവർക്ക് കൃത്യത ഉണ്ടായിരിക്കും. മൈൻഡിന് അങ്ങനെ ഒരു പവറുണ്ട്. ഇന്ന് നമുക്കൊരു 15 പോട്ടെ, ഒരു 4 കാര്യം പോലും ഒരുമിച്ച് പറഞ്ഞാൽ, എന്നോട് ഒരു കാര്യം പറയൂ, എനിക്കൊക്കെ കൂടെ ഭ്രാന്ത് പിടിക്കണോ. ചില സമയത്തുണ്ടല്ലോ, വീട്ടിൽ പറയണം, നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് ആദ്യം ഇത് വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് അത് ചെയ്ത്, ഇവിടുന്ന് പോയിട്ട് അത് ചെയ്തിട്ട് അങ്ങനെ അത് ചെയ്തെല്ലാം എന്നെക്കൊണ്ട് പറ്റില്ല, എല്ലാം കൂടെ എനിക്ക് ചെയ്യാം, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സിന് ഏകാഗ്രതയില്ല, ഉറപ്പില്ല. ഇന്ന് കുട്ടികൾക്ക് ഏകാഗ്രത കൂടിയേ കഴിയുള്ളൂ. കാരണം പല വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം മാത്രമല്ല. ഇനിയിപ്പോൾ സയൻസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ലാംഗ്വേജ് ഇഷ്ടമുണ്ടായിരിക്കാം, ഇനി ലാംഗ്വേജിന് ഇഷ്ടമല്ലെങ്കിൽ വേറെ ഏതൊരു വിഷയമായിരിക്കാം. ഏതായാലും എല്ലാവർക്കും എല്ലാ വിഷയം ഇഷ്ടമാണെന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല, അത് വരികയില്ല. അപ്പോൾ ഇവിടെ ഈ കോൺസെൻട്രേഷൻ എങ്ങനെ നിലനിർത്താം? അതിനാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ഒരു വിഗ്രഹത്തെ കണ്ട് ഏകാഗ്രമായി മനസ്സിനെ ഉറപ്പിച്ച് പ്രണവോപാസനാദി തുടങ്ങി മന്ത്രജപങ്ങൾ പരിശീലിക്കുന്നത്. ഇപ്പം നിങ്ങളുണ്ടല്ലോ, ഓം എന്ന പതുക്കെ ഒരു 10-11 പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് ചൊല്ലുമ്പോൾ ആ നീട്ടി ചൊല്ലുന്നതിൽ ശ്രദ്ധ വെച്ച്, ഇവൺ ഉറക്ക ചെല്ലണമെന്നില്ല. നമുക്ക് ഭ്രാമരി എന്നൊരു പ്രാണായാമ ടെക്നിക്കുണ്ട്, അത് മൂളലാണ്. അങ്ങനെ ഒരു 10-11 പ്രാവശ്യം ഒന്ന് കണ്ണടച്ച് ജപിച്ചു നോക്കൂ. അപ്പോൾ ഈ മനസ്സിൻ്റെ ഏകാഗ്രത ക്രമേണ 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 വികസിക്കാൻ തുടങ്ങും. അത് കോൺസെൻട്രേറ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് വെച്ചാൽ തന്നെ നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ പെട്ടെന്ന് ഉറച്ചു നിൽക്കും. നമുക്ക് മനസ്സിലാവും ഇതാണ് കാര്യം എന്നുള്ളത്. അങ്ങനെ രജോ ഗുണത്തെ ജയിക്കാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകണം. അടുത്തതാണ് സത്വഗുണം. ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരവിമൂഢാത്മാ, ഇതെല്ലാം എനിക്ക് സാധിച്ചത് എൻ്റെ കഴിവ് കൊണ്ടാണെന്നൊരു ധാരണ വരും. അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെ സെൻസിറ്റീവാകും. കാരണം മനുഷ്യന് എപ്പോഴും വളർന്നു വരും തോറും ആ ഞാനെന്ന ഭാവത്തിൻ്റെ ശക്തി കൂടെ വളരും. അത് നമ്മൾ മറക്കരുത്. അപ്പം ഞാൻ പഠിച്ചു, ഞാൻ മെനക്കെട്ടു, എൻ്റെ ആ ഒരു ഭാവം വരുമ്പോൾ അത് പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഒരു വിമർശനങ്ങളോ പരിഹാസങ്ങളോ അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ച് കിട്ടാതെയോ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വളരെയധികം അപ്സെറ്റായിത്തീരും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഇൻ്റലക്ച്വലി ഹൈലി എഫിഷ്യൻ്റ് ആൾക്കാരാണ്. കാരണം അവർക്ക് ക്രിറ്റിസിസം താങ്ങാൻ പറ്റുന്നില്ല. എന്നെ വിമർശിച്ചു, എന്നെ പരിഹസിച്ചു, താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു പാർട്ടൂടെ നമ്മൾ ക്ലിയർ ആക്കണം. അതായത് ഞാൻ ഇവിടെ ഏകാഗ്രത, അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ പവർ, അതുപോലെ എൻ്റെ ശരീരത്തിന് എനർജി ഇതൊക്കെ ഡെവലപ്പ് ചെയ്തതിന് കാരണം ഞാൻ പരിശ്രമിച്ചെങ്കിലും പലതിൻ്റെയും ഒരു സാഹചര്യം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്നെ സഹായിച്ചിട്ടുണ്ട്, ക്ഷേത്ര അന്തരീക്ഷം സഹായിച്ചിട്ടുണ്ട്, ഒരു വിഗ്രഹം സഹായിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരെന്നെ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് തുറന്ന മനസ്സോടുകൂടി നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പലതിൻ്റെയും സഹകരണം കൊണ്ടാണ്. പലതും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓക്സിജൻ നമുക്ക് തരാൻ ആൽവൃക്ഷം അവിടെ ഇരുന്ന് സഹായിക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ഷേത്രക്കുളം നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും, വിഗ്രഹം നമ്മളെ സഹായിക്കുന്നു, മന്ത്രങ്ങൾ സഹായിക്കുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ സഹായം എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിനെ വികസിപ്പിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് തന്നെ പരീക്ഷണങ്ങൾ വന്നാലും വിമർശനങ്ങൾ വന്നാലും അതൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ്. ഇതെല്ലാം എന്നെ പരിഹസിക്കാനല്ല, പരീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ അതിനെ കൂടി മറികടക്കാൻ സാധിക്കണം. അതിനാണ്
ഭഗവാന്റെ പ്രസാദ ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വികസിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വ്യക്തിക്കും അവരെ വികസിപ്പിക്കാനുള്ള, പരിവർത്തനം വരുത്താനുള്ള, വിജയിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താതെ നാം അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരികളായി നടന്നാൽ, എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല, എന്നെ കൊണ്ട് പറയണ്ട, അതൊരു അഹങ്കാരമാണ്. എനിക്കറിയില്ല ദൈവമേ, എനിക്കൊന്നിലൊരു ശ്രദ്ധ വരുന്നില്ല, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, എനിക്കൊരു എന്ന് പറഞ്ഞാൽ കരഞ്ഞിരിക്കേണ്ട കാര്യമില്ല, അതൊരു അഹങ്കാരമാണ്. എന്നെ വിമർശിച്ചു, എന്നെ പരിഹസിച്ചു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്കിങ്ങനെ വിമർശനം വന്നു, അങ്ങനെ നമ്മൾ സ്വയം അധിക്ഷേപിക്കേണ്ട. ഇതൊക്കെ അഹങ്കാരമാണ്. ഇതിൻ്റെ പേരാണ് അഹങ്കാരം. അതായത് മാറി നിൽക്കുന്നത് അഹങ്കാരം, റെസ്റ്റ്ലെസ് ആവുന്നത് അഹങ്കാരം, എനിക്കൊന്നും തന്നിട്ടില്ല, എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ പരാതി പറയുന്ന അഹങ്കാരം, ഇനി മറ്റുള്ളവരെ വിമർശിച്ച് പരിഹസിച്ച് നിന്ദിക്കുമ്പോൾ അതിൽ തളരുന്നതും അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ മറികടക്കണം. അതെങ്ങനെയാണ് മറികടക്കുക? അതിനാണ് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ അത് മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം, പ്രണാം.